എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒഴിച്ചേറിയാണ് ഉണ്ടാക്കാൻ പോണ. 1/4 കിലോ മത്തങ്ങ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. മത്തങ്ങ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 പച്ചമുളക്, കുറച്ച് വേപ്പില, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ച് മത്തങ്ങ വേവിച്ചെടുക്കാം. വെന്ത് കുഴയണ്ടാട്ട, ഒന്ന് വെന്ത് മാത്രം കിട്ടിയാൽ മതി. മത്തങ്ങ വേവുമ്പോഴേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. അരപ്പ് അരയ്ക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം, 4 പച്ചമുളക്. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് എടുത്തോളട്ടോ. ഓൾറെഡി നമ്മൾ 2 പച്ചമുളക് മത്തങ്ങ വേവാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. നാളികേരം ഒട്ടും കൂടി പോവരുത് കേട്ടോ. മത്തങ്ങക്കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. നാളികേരം ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ. ഇതെല്ലാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. മത്തങ്ങ വേവാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആവാറായി. വെന്തോ നമുക്ക് നോക്കാം. നല്ലോണം വെന്ത് തുടങ്ങിയിട്ടാ. ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം വെന്തു. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പാത്രം കഴുകി ആ വെള്ളം ചേർക്കും. ചാറൊക്കെ പാകത്തിന് നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. മത്തങ്ങക്കറി വെക്കുമ്പോൾ എപ്പോഴും ചാറ് കുറച്ച് കൂടുതൽ വെക്കണം. ഇരിക്കും തോറും അതൊന്ന് കുറുകിപ്പോവും. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. അടച്ച് വെച്ചിട്ട് അരപ്പിൻ്റെ പച്ചമണം പോണവരെ കുക്ക് ചെയ്തെടുക്കാം. അരപ്പൊക്കെ ചേർത്തിട്ട് നല്ലോണം തിളച്ചു. അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് സമയമായിട്ട് തിളപ്പിക്കരുതിട്ട, 1 മിനിറ്റ് അത്ര തിളച്ചാൽ മതി. ഇനി നമുക്ക് ഈ കറി വറുത്തിടാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 6 ചെറിയ ഉള്ളി 2ആയിട്ട് കീറിയത്, 3 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ കായപ്പൊടി. എല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി നല്ലോണം വാടാൻ തുടങ്ങി ആ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ടുള്ള മത്തങ്ങ വെച്ചിട്ട് ഒരു ഒഴിച്ച് കറി റെഡി ആയിട്ട് 5-6 മിനിറ്റ് മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.